ഷൂട്ട് ചെയ്യുമ്പോ ഈച്ച ഇല്ല. പിന്നെ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ടാണ് ഈച്ചേനെ ചെയ്തതും. അല്ലെങ്കിൽ ഒരു ഔട്ട് പിന്നെയാണല്ലോ ഇതിന്റെ എനിക്ക് തോന്നുന്നു 400 days അടുത്ത് ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. അനിമേഷൻ ഇതൊക്കെ ആയിട്ട് സമയം ഒരു 400 days-ഓളം എടുത്തിട്ടുണ്ട്. അപ്പൊ അത് ആ സമയത്ത് കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ഈച്ചയുടെ പ്രസൻസ് ഇല്ലാണ്ട് സംസാരിക്കുമ്പോഴും ഡയലോഗ് ഡെലിവറിയും അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അത് കുറച്ച് ട്രിക്കി ആയിരുന്നു. അതെ, കാരണം നമ്മള് ഷൂട്ട് ചെയ്യുമ്പോ എന്താ ഒന്നുമില്ല, ഈച്ചയില്ല. അപ്പൊ ആദ്യം ഒരു പ്ലാനൊക്കെ എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു സ്ട്രിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പോയിന്റ് അതിനെങ്ങനെ മൂവ് ചെയ്യാം, അപ്പൊ അത് നോക്കിയാൽ മതി എന്നുള്ളത്. പക്ഷെ അത് നമുക്ക് പോസ്റ്റ് പ്രൊഡക്ഷനിൽ അത് ചെയ്യുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ്. അത് മാറ്റി പിന്നെ ഈച്ചേനെ ആനിമേറ്റ് ചെയ്ത് വെക്കുമ്പോ ഭയങ്കര കോംപ്ലിക്കേറ്റഡ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഒന്നും വേണ്ട എന്നാ. അപ്പൊ നമ്മളിങ്ങനെ എയറിലൊരു പോയിന്റ് ഫിക്സ് ചെയ്യും, എന്നിട്ട് അതിങ്ങനെ മൂവ് ചെയ്യും, അങ്ങനെ മൂവ് ചെയ്യും, ഇവിടെ വന്നിരിക്കും. അങ്ങനെയാണ്. പക്ഷെ രസമായിരുന്നു. ഇപ്പൊ നമ്മുടെ ആശികേട്ടൻ അതിനൊരു ഷോട്ട് ഇങ്ങനെ വെക്കാൻ പോകുമ്പോൾ അവിടെ ഒന്നുമില്ല, അത് ബ്ലാങ്ക് ആയിട്ട് കിടക്കാം. അപ്പൊ നമ്മള് നമ്മുടെ ക്രിയേറ്റിവിറ്റി നമ്മൾ വിഷ്വലൈസ് ചെയ്യും, അത് അവിടെ ഉണ്ട്, അത് നമ്മളോട് നിന്ന് സംസാരം, അത് ഭയങ്കര ഫുൾ എന്റർടൈൻമെന്റ്.